ശ്രീ പി ജയന്തൻ, ഇവിടെ ഈ ദേശീയ ഈ പറയുന്ന വന്ദേമാതരം മുഴുവനായി പാടിയില്ലെങ്കിൽ എന്തോ ചെയ്തു കളയും എന്നൊക്കെയായിരുന്നു അങ്ങയുടെ പാർട്ടിയുടെ ഉന്നതനായ നേതാവ് എസ് സുരേഷിൻ്റെ ഭയപ്പെടുത്തൽ. ഇന്നിപ്പോൾ വി ഡി സതീശൻ്റെ സർക്കാരിൻ്റെ ഒരു ഒഫീഷ്യൽ പരിപാടിയിലും വന്ദേമാതരം ചൊല്ലിയതേ ഇല്ല. ആദ്യ 2 സ്റ്റാൻസ് ഒന്നല്ല, അത് പൂർണ്ണമായി ഒഴിവാക്കി. അപ്പോൾ എന്തൊക്കെ കടുത്ത നടപടികൾ എസ് സുരേഷിൽ നിന്നും ബി ജെ പിയിൽ നിന്നും ഭയക്കണം വി ഡി സതീശനും രാജു പി നായരുടെ പാർട്ടിയും? ടി പി ജയേന്ദ്രൻ. രാജു പി നായരും സതീശന്റെ പാർട്ടിയും അവരുടെ പാർട്ടിയിൽ നിന്നുള്ള ഒരു അഭിപ്രായത്തിന്റെ സ്വരൂപണം ഉണ്ടാക്കിയിട്ട് പോരെ ബി ജെ പിക്കാരെ പഠിപ്പിക്കാൻ ഹാഷ്മിയും മറ്റുള്ളവരും വരുന്നത്? ഹാഷ്മി, ഞാൻ ഈ പ്രശ്നത്തിന്റെ തുടക്കത്തിൽ ചോദിച്ചു, പവൻ ഖേര രാജു പി നായർ പറഞ്ഞ വാക്കാണോ പവൻ ഖേരയുടെ വായിലൂടെ പുറത്തു വന്നത്? ജയറാം രമേശ് ഇന്ന് ഹാഷ്മിയും പവൻ ഖേര ഇപ്പോ നായരും പറയുന്നതാണോ അവരുടെ ഭാഷ്യം? കസേരയ്ക്ക് ആവശ്യപ്പെട്ടു എന്നാ പറയുന്നത്. ഞാൻ ചോദിച്ച ചോദ്യം ഞാൻ ഹാഷ്മി ആവർത്തിക്കുന്നു, നിങ്ങൾക്കും വേണമെങ്കിൽ ഉത്തരം പറയാം. ഡി കെ ശിവകുമാർ എന്ന കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പാടിയോ 24 വരികളും 6 സ്റ്റാൻസയും? രാജു പി നായർ അദ്ദേഹത്തെ പുറത്താക്കുമോ? രേവന്ത് റെഡ്ഡി പാടിയോ? പുറത്താക്കുക. സുഖ്വീന്ദർ സിംഗ് പാടിയോ? പുറത്താക്കുക. എന്തിന്? നിങ്ങൾ ഈ പറയുന്ന ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ ജനങ്ങൾക്കിടയിൽ അങ്കലാപ്പുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ കശ്മീർ മുഖ്യമന്ത്രി അദ്ദേഹം ഈ പാട്ട് പാടിയതിൽ ഇവർക്ക് അസ്വസ്ഥതയുണ്ടോ? പകരം ഒരു കാര്യം ശരിയാണ് കാട്ടിയ നിസ്സഹായാവസ്ഥ എനിക്കറിയാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ജയിക്കണമെങ്കിൽ ഇത്തരം ചാനൽ ചർച്ചയിൽ വരുന്ന കട്ടിങ്ങുകൾ അവിടെ ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിച്ചാലേ, ഞാൻ ആരെയും ഉദ്ദേശിച്ചല്ല, കഴിയുമെന്നുള്ളവർക്ക് അത് പറയേണ്ടി വരും. പാർട്ടി നിലപാടുകളെ തള്ളി പറയേണ്ടി വരും. രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയുടെയും പ്രവർത്തനമല്ല, അവരുടെ AICC അല്ല ഞാൻ എന്ന് ചിലക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. പിന്നെ ചോദ്യങ്ങൾ ചോദിച്ചല്ലോ നിങ്ങൾ എന്നോട്. ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിനെങ്കിലും രാജു പി നായർ മറുപടി പറഞ്ഞിട്ട് എൻ്റെ അവസരമല്ല, നിങ്ങളുടെ അവസരം വരുമ്പോൾ. ഇനി നിങ്ങൾ എന്തോ പറഞ്ഞല്ലോ, ഏത് കിതാബിലാണ് അത്തരം ഒരു പരാമർശമുള്ളത് എന്നുകൂടി നിങ്ങൾ പറഞ്ഞ ഈ വാക്കുകൾ പച്ചക്കള്ളമല്ലെങ്കിൽ ഏത് കിതാബിലാണ് എന്നുകൂടി പറയാൻ നിങ്ങൾ തയ്യാറാകുമെന്ന് ഞാൻ രാജു പി നായരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നിങ്ങളൊക്കെ ചോദിച്ച ചോദ്യം RSSന്റെ നിലപാട് ഏത് വാക്കിനെ പറ്റിയാണ്? അദ്ദേഹത്തിന്റെ അവസരം, ഹാഷ്മി, അദ്ദേഹത്തിന്റെ അവസരം വരുമ്പോ അദ്ദേഹത്തിനോട് പറയൂ. നിങ്ങൾ ദയവ് ചെയ്ത് എന്റെ വാക്കിനെ മുറിക്കല്ല. ഇനി ഹാഷ്മിയും നായരും ചോദിച്ചതിന് ഹാഷ്മി ചോദിച്ചതിന് ഉത്തരം എ ട്രൈബ്യൂട്ട് ടു പൂജനീയ ഡോക്ടർ ഹെഡ്ഗേവാർ ഏത് വാക്കാണ്? എനിക്കത് ഞാൻ പറയാൻ പറ്റും ഏത് വാക്കാണ്. നായർ അവിടെ ഇരിക്കേ, നായർ അവിടെ ഇരിക്കേ. ഞാൻ പറയട്ടെ, നിങ്ങൾ അവസരം വരുമ്പോൾ ചോദിച്ചോ, ചർച്ച തീർന്നില്ല, ഞാൻ കേൾക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും. നമ്മൾ രണ്ടാമത് സംസാരിച്ച പ്രേക്ഷകർ കേൾക്കില്ല, നിങ്ങൾ ഉദ്ദേശം അതാണെങ്കിൽ പോലും. ഞാൻ ഹാഷ്മി ചോദിച്ച ചോദ്യത്തിനാണ് ഉത്തരം പറയുന്നത്. RSSനോടുള്ള വന്ദേ മാതരത്തിൻ്റെ നിലപാട് RSSൻ്റെ എന്തായിരുന്നു? ഞാൻ RSSൻ്റെ വക്താവായിട്ടല്ല നിങ്ങൾ ഈ ചർച്ചയിൽ വിളിച്ചത്. അവരവരുടെ ഭാഗം പറയാൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുമില്ല. എന്നാലും ഹാഷ്മി കിതാബിൽ വെച്ച് വായിക്കുന്ന ചില രേഖകളെടുത്ത് സത്യമാണെന്ന് പറയുമ്പോൾ ഹാഷ്മി, താങ്കളൊരു മാധ്യമപ്രവർത്തകർക്ക് ഇതും കൂടി വായിക്കുമോ? ഏപ്രിൽ 2013 12 പുറത്തിറക്കിയ സംഘത്തിൻ്റെ കാഴ്ചപ്പാട് വിശദീകരിക്കുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് എ ട്രൈബ്യൂട്ട് ടു പൂജനീയ ഡോക്ടർ ഹെഡ്ഗേവാർ ഓൺ ഹിസ് ജന്മതിഥി ഉഗാദി. അതിൽ 2ാമത്തെ പാരഗ്രാഫിൽ വളരെ കൃത്യമായിട്ട് വന്ദേ മാതരത്തോടുള്ള BJP സംഘത്തിൻ്റെ നിലപാട് ഹാഷ്മിക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കുക. അതല്ല ഈ ചർച്ച കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പുസ്തകം ഞാൻ അതിൻ്റെ സോഫ്റ്റ് കോപ്പി താങ്കൾക്ക് അയച്ചു തരാം. ഇതാണ് ഇവിടുത്തെ ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ചോദിച്ചത് വന്ദേമാതരം RSS അല്ലെങ്കിൽ സംഘപ്രസ്ഥാനങ്ങൾ ആദ്യമായി പാടിയ ഡേറ്റ് അങ്ങേക്ക് അറിയുമോ എന്നുള്ളതായിരുന്നു. അത് അങ്ങ് തെരഞ്ഞു കിട്ടിയോ? ഹാഷ്മി, ഞാനിത് മുഴുവൻ വായിക്കാൻ നിങ്ങൾ എന്നെ അനുവദിക്കോ? സമയമുണ്ടോ? ഞാൻ പറഞ്ഞത് ഏത് തീയതിയാണ് അദ്ദേഹം RSS ഉണ്ടാക്കുന്ന അദ്ദേഹം RSS ഉണ്ടാകുന്നതിന്റെ മുമ്പ് ഇറക്കിയ ഈ പുസ്തകം അല്ലെങ്കിൽ ഈ ശ്ലോകം അദ്ദേഹം എവിടെയൊക്കെ ചോദിച്ചു, എവിടെയൊക്കെ ചൊല്ലി, അതിന്റെ പേരിൽ നിയമ നടപടികൾ നേരിട്ടു, അധ്യയനം മുടക്കി. ഇത്രയൊന്നും രാജു പി നായരെ കേരളത്തിൽ നിന്നൊന്നും ആരും ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പൊ അതിന് പിതൃത്വം ഏറ്റെടുക്കുന്നുണ്ടല്ലോ. അതില് സംഘം ഈ രാജ്യത്തിന്റെ ദേശീയ കാഴ്ചപ്പാടിനെ മുഴുവൻ അംഗീകരിക്കുന്നത് കുറച്ചല്പം വലിയ പാരഗ്രാഫാ. ഞാൻ അയച്ചുതരാം ഹാഷ്മി. അതായിരുന്നു നിങ്ങളുടെ ഇതിന്റെ ഒരുക്കപ്പ് എവിടെയാ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കിതാബ് പറഞ്ഞു, നിങ്ങളുടെ ആർക്കൈവിലേക്ക് കൊടുക്ക്. നിങ്ങളുടെ PCR കൊടുത്താൽ കിട്ടൂലേ? ബ്രേക്ക് പോകുമ്പോഴത്തേക്ക് മാഷ് ഒന്ന് നോക്കി അതിൽ ഡേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മറുപടി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, വിട്ടേക്ക്. നമുക്കിപ്പോ എല്ലാ കാര്യത്തിലും മറുപടി അല്ലെന്നേ, ഞാൻ കേവലം ഡേറ്റ് എന്ന് പറഞ്ഞത് ഇത്
PSCയുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലല്ലോ ഹാഷ്മി എന്നെ വിളിച്ചതാണോ? അല്ലല്ല ഞാൻ ചോദിച്ചതല്ല, ആശയത്തിന്റെ രാഷ്ട്രീയ എനിക്കറിയില്ല. സ്ഥിരീകരിക്കാനല്ലേ? അല്ല ഞാൻ ചോദിച്ചതുമല്ല, എനിക്കും അറിയില്ല. ഞാനും അക്കാര്യത്തിൽ അജ്ഞനാണ്. പക്കം ചോദിക്കുമ്പോ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പച്ചക്കള്ളം നിങ്ങൾ ഈ ചാനലിൽ പറഞ്ഞത് രണ്ടുപേരും പൊളിച്ചു കാണിച്ചു. രാഷ്ട്രീയ സ്വയം കള്ളം ഞാൻ പറഞ്ഞില്ല. എന്ത് കള്ളം? ഹാഷ്മി, ഇത് മാധ്യമപ്രവർത്തനമാണോ നടത്തുന്നത്? അല്ല, എന്ത് കള്ളം? നിങ്ങൾ RSSന് നിങ്ങൾ എന്നോട് ജനീഷിന്റെ മന്ത്രിയുടെ വാക്ക് ചോദിച്ച് ഞങ്ങൾ ചോദിച്ചത് ഞങ്ങൾക്കൊരു പങ്കുമില്ല സ്ഥാപിക്കാനായിരുന്നില്ലേ നിങ്ങൾ? അല്ല മാഷേ, പങ്കുള്ളി അങ്ങ് പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞതിൽ നേരത്തെ എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന ചില വാചകങ്ങൾ അല്ല മാഷേ, ഞാൻ പറഞ്ഞതിൽ ചരിത്ര വിരുദ്ധമായ ഏതെങ്കിലും ഒരു പ്രസ്താവന ഉണ്ടെങ്കിൽ അങ്ങ് ചൂണ്ടിക്കാണിക്കൂ. മാധ്യമപ്രവർത്തകനാ ഞാൻ ചരിത്രം പറഞ്ഞു, സത്യം പറഞ്ഞു. ഹാഷ്മിക്ക് ആങ്കർ എന്ന നിലയ്ക്ക് ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ എത്ര സമയം വേണമെങ്കിലും എടുത്ത് നിങ്ങളെ ന്യായം വിശദീകരിക്കാനുള്ള അവകാശമില്ലേ? നിങ്ങളല്ലേ ചർച്ച നയിക്കുന്നത്? എന്റെ സമയം കഴിഞ്ഞാൽ ഹാഷ്മിക്ക് മണിക്കൂർ വേണമെങ്കിലും എടുത്തു. അതല്ലെങ്കിൽ 24 ന്യൂസിൽ ഇതിനു വേണ്ടി ഒരു പ്രോഗ്രാം തന്നെ ചെയ്യാനല്ലേ? അല്ല മാഷേ, അങ്ങ് പറയുന്നു ഞാൻ എന്തോ കള്ളം പറഞ്ഞു. ഞാൻ മാഷോട് ചോദിക്കും, ഞാൻ പറഞ്ഞ കള്ളം ഏതാണ്? ഒരു കള്ളം പറയൂ. ഞാൻ പറഞ്ഞ ഒരു വസ്തുതാവിരുദ്ധ ചരിത്രം പറയൂ. ഇല്ല. ഉച്ചരിച്ച വാക്കുകൾ ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത രാജു പി നായരും നമ്മുടെ കോ പാനലിസ്റ്റും പൊളിച്ചടുക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടാകും. നിങ്ങൾ ഈ ചർച്ചയിൽ സ്ഥാപിക്കാൻ വിചാരിച്ച എന്താണ്? കോൺഗ്രസിന്റെ മുഖം ഇന്ന് വികൃതമാണ്. ഇനി വന്ദേ മാതരം സതീശൻ പാടിയോ? മെയ് 18 വന്ദേ മാതരം പൂർണ്ണമായിട്ട് സതീശൻ കേട്ടിരുന്നോ? ഹാഷ്മി പറ. വന്ദേ മാതരത്തിന്റെ പൂർണ്ണ 6 സ്റ്റാൻസകൾ എന്റെ ഓർമ്മ മെയ് 18 നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്റെ വായ കയറി പുട്ട് തള്ളല്ല. മെയ് 18 VD സതീശൻ ഈ 6 വരിയും പാടി നിന്നിട്ട് അറ്റൻഷനിൽ നിന്നിരുന്നോ? ഇന്ന് രാഹുൽ ഗാന്ധി നിന്നതുപോലെ, ഇന്ന് DK ശിവകുമാർ നിന്നതുപോലെ. ഹാഷ്മി, ഇതിന്റെ സൂക്കേട് എവിടെയാണെന്ന് അറിയോ നിങ്ങൾ? കേരളത്തിന്റെ ഭരണത്തെ ഇവരെ നിയന്ത്രിക്കുന്നത് പാണക്കാട് തറവാട്ടിൽ നിന്നാണ്. അവർക്ക് സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അവരുടെ കാര്യവും ഞാൻ ചോദിക്കുന്നില്ല. അവർക്ക് പങ്കുണ്ട്. അങ്ങ് ചോദിച്ചാൽ മറുപടി പറയാൻ അവർക്ക് പങ്കുണ്ട്. മുസൽമാന്മാരുടെ ഹാഷ്മി നിങ്ങൾ അല്ലാതെ RSന്റെ പങ്ക് ചോദിക്കുമ്പോൾ അങ്ങേക്ക് മറുപടി ഇല്ലാത്തതുപോലെ അല്ല. ലീഗിന്റെ പങ്ക് ചോദിച്ചാൽ അവർക്ക് പങ്ക് പറയാനുണ്ട്. മാഷേ, നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ അതാത് സമയത്ത് നിങ്ങൾ മറികടന്ന് പ്രസംഗിച്ചാൽ അത് ഈ ചർച്ചയുടെ മര്യാദയാണോ ഹാഷ്മി? അല്ല. നിങ്ങളുടെ ചോദ്യത്തിനൊക്കെ അതാ സമയത്ത് ഞാൻ പുട്ടിട്ട് തള്ളിയാൽ ശരിയാകുമോ? ഇന്ത്യ നാഷണൽ കോൺഗ്രസ് ആണ് രാജു പി നായർ പ്രധാനം ചെയ്യുന്നതെങ്കിൽ, അവർക്ക് വേണ്ടിയാണ് ഹാഷ്മി വക്കാലത്തെടുക്കുന്നതെങ്കിൽ DK ശിവകുമാറിന് ഇത് സ്വീകാര്യമാണ്. രേവന്ത് റെഡ്ഡിക്ക് സ്വീകാര്യമാണ്. ഓണമായതുകൊണ്ട് ദൈർഘ്യമുള്ള ഇടവേളയാണ്. ഇടവേളയിൽ പോകുമ്പോൾ അങ്ങ് ആ ലേഖനം ഒന്ന് വായിച്ച് വന്ദേ മാതരം RSSും സംഘപ്രസ്ഥാനങ്ങളും ആദ്യമായി പറയാൻ തുടങ്ങിയ വർഷമെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റിയ നല്ലതാണ് ഇടവേള. ഞാൻ ഹാഷ്മിക്ക് അയച്ചു തരാന്നേ. ഹാഷ്മി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.